വിളക്കിൽ തിരിയേഴും തെളിച്ച് ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ട് സ്റ്റൂ ഉണ്ടാക്കുന്നതെങ്കിൽ നോക്കാം. അപ്പൊ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 700 ഗ്രാം ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളവും വേണം. സ്റ്റൂ ആക്കുമ്പോൾ ഏറ്റവും ആദ്യം ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കും. ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടിയും ചേർത്തിട്ടാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കുന്നത്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ സവോള സ്ലൈസ് ചെയ്തിട്ടുണ്ട്. സ്റ്റൂവിലേക്ക് സവോളയും തേങ്ങാപ്പാലൊക്കെയും കുറച്ച് കൂടുതൽ ചേർക്കണം. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, പച്ചമുളക്, കറിവേപ്പില. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകിന്റെ പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ചേർക്കണില്ല. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കണം. പിന്നെ കുറച്ച് കുരുമുളകിന്റെ പൊടിയും ചേർക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളകിന്റെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. അത് 2ാം പാല് കൂടുതൽ എടുക്കുക. 1ാം പാല് കുറച്ചെടുത്താൽ മതി. നിങ്ങൾ എടുക്കുമ്പോൾ ഒരു വലിയ തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുക്കണം. സ്റ്റൂവിലേക്ക് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ വേണം. അപ്പോഴായിരിക്കും സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്ക് നോക്കാം ഇതെങ്ങനെ സ്റ്റൂ ആക്കാന്ന്. ഈ ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇതേപോലെ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇടുക. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഈ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റീം പോയിട്ടുണ്ട്. സ്റ്റീം പോയി കഴിഞ്ഞിട്ട് വേണം കുക്കർ തുറക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്റ്റീം കൈ കൊണ്ട് ഇങ്ങനെ പൊന്തിച്ചിട്ട് കളയരുത്. അങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം കുക്കറിൽ വെച്ചാലും നമുക്ക് വെന്ത് കിട്ടില്ല. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൂ ആക്കാം. ഈ ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. ഈ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലിൽ ഉണ്ടാക്കുക. ഈ സ്റ്റൂവിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയും ചേർക്കുന്നുണ്ട്. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ചേർക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയിൽ നിന്ന് നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, ഇതൊന്ന് വഴന്നാൽ മതി. സവോള ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇതിനകത്തിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് വേവിച്ച് വെച്ചേക്കണം ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഉണ്ട്. ഇതും കൂടി വേണം ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. വെള്ളം ഉണ്ടെങ്കിൽ മാറ്റി കളയണ്ട. ഈ ഉരുളക്കിഴങ്ങ് ഒന്ന് പതുക്കെ ഒന്ന് ഉടച്ചെടുക്കുക. മുഴുവനും ഉടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുക. കുറച്ചിങ്ങനെ ഉടയാണ്ടും കിടക്കണം, കുറച്ച് ഉടഞ്ഞിട്ടും കിടക്കണം. അപ്പോഴായിരിക്കും ഇഷ്ടത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഈ ഉരുളക്കിഴങ്ങിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരണം. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങ് കുറച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ഉടയാണ്ടും കിടക്കുന്നുണ്ട്. ഇതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2ാം പാല് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം. മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് സ്റ്റൂ നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മൂടി വയ്ക്കുക.
അപ്പോൾ ഇഷ്ടു നന്നായിട്ട് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇത് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കണം. അപ്പോഴായിരിക്കും ആ ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിലേക്ക് ആ തേങ്ങാപ്പാലേക്ക് നന്നായിട്ട് പിടിച്ചിട്ട് ആ ഉരുളക്കിഴങ്ങും തേങ്ങാപ്പാലും കൂടിയിട്ട് നല്ല മിക്സായിട്ട് വരാം. അപ്പോൾ ഇഷ്ടം ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിക്കാം. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക. ഈ ലാസ്റ്റ് ഒഴിക്കുന്ന വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടാക്കാണ്ട് ഇങ്ങനെ പച്ച വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കുക. അപ്പോൾ ആ പച്ച വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ ഈ സ്റ്റൂവിൽ നന്നായിട്ട് കിട്ടും. ഇപ്പോൾ പൊട്ടറ്റോ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനൊക്കെയും നല്ല ടേസ്റ്റുള്ള സ്റ്റൂ ആണിത്.